ഹലോ. ഇന്നത്തെ ഒരു ഡേ ഔട്ട് വീഡിയോ ആണ്. വേറൊന്നുമല്ല, അംഗനവാടിയിലൊന്ന് പോകാനുണ്ടായിരുന്നു. അതേപോലെ കുഞ്ഞിക്ക് വാക്സിൻ ഉണ്ട്. പിന്നെ പാർലറിൽ പോണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അംഗനവാടിയിൽ എന്തിനാ വന്നിരിക്കണേന്ന് വെച്ചാൽ, ഇവരുടെ 2 പേരുടെയും പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമുക്ക് രജിസ്റ്റർ ചെയ്താലല്ലേ ഫുഡൊക്കെ കിട്ടുക, ഈ അമൃതം പൊടിയൊക്കെ. പക്ഷേ ഇവരുടെ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് ഫുഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന 2 കുട്ടികളുണ്ട്. അപ്പോൾ രാവു ആണെങ്കിൽ അവരായിട്ട് കൂട്ടായിട്ട് ടോയ്സൊക്കെ എടുത്തിട്ട് അവരായിട്ട് നന്നായി കളിക്കുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ ജഡ്ജ് ചെയ്യണ പോലെ ഓരോ നോട്ടം ഇട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരാൾക്ക് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മ വെക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ സമ്മതിക്കണില്ല. അവനാണെങ്കിൽ വീട്ടിൽ ട്വിൻസ് സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ആ ഓർമ്മയിൽ അവൻ വന്നിട്ട് ഉമ്മ വെക്കാനൊക്കെ നോക്കുമ്പോൾ അവൾ തീരെ സമ്മതിക്കണമൊന്നുമില്ല. അങ്ങനെ അവർക്ക് അവിടുന്ന് പാലും ഒക്കെ കൊടുത്തു. രാവുണ്ണീനെ ആണെങ്കിൽ അംഗനവാടിയിൽ കൊണ്ടുപോയി ഇരുത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇരുത്തേണ്ട കാര്യമൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പോണത് കുഞ്ഞിക്ക് വാക്സിൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞിക്ക് കയ്യിന്മേൽ 2 എണ്ണം കാലിലൊന്ന് ഒക്കെ ആയിട്ട് കുറച്ചധികം ഉണ്ട് വാക്സിൻസ്. അവളാണെങ്കിൽ വായിൽ 2 തുള്ളി മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ കരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. വേറെ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കരയണ ശബ്ദം കേട്ടിട്ടാണ് തോന്നുന്നു അവൾ ഭയങ്കരമായിട്ട് അവൾക്ക് പേടിയായിട്ട് സാഡായിട്ടാണ് അവൾ അവിടെ ഇരുന്നിരുന്നത്. അപ്പോൾ വായിലുള്ള 2 മരുന്ന് കൊടുത്തപ്പോൾ തന്നെ അവൾ കരഞ്ഞ് അലമ്പാക്കി. പിന്നെ അത് വാക്സിൻ അടിക്കലും കൂടി കഴിഞ്ഞപ്പോഴേക്ക് ആളാകെ ക്ഷീണിച്ചു. പിന്നെ പാലൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ പാർലറിലൊന്ന് പോകാണ്ടായിരുന്നു. അപ്പോൾ പാർലറിൽ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്കും എനിക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ ഈ ചൈനീസ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ സൂപ്പിൽ കുറേ സംഭവങ്ങളൊക്കെ വരുന്ന റാമൻ പോലത്തെ സാധനം ഓർഡർ ചെയ്യണം, അത് കഴിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാധനമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വന്നപ്പോൾ വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യം അത് കഴിക്കുമ്പോൾ നല്ല ചൂടോടെ നല്ല വിശപ്പിൽ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റൊക്കെ തോന്നും. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു നൂഡിൽസും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാഡ് നൂഡിൽസ്, തായ് പാഡ് നൂഡിൽസോ അങ്ങനെ എന്തോ. അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാഡ് നൂഡിൽസ് കഴിച്ചിട്ട് പിന്നെ ഇത് കഴിക്കുമ്പോൾ ഇതിനത്ര ടേസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ 2 പേർക്കും കൊടുത്തു. അവർ 2 പേരും അവർക്ക് പറ്റുന്ന പോലെയൊക്കെ കുറച്ച് സ്പൈസിയാണ്. എന്നാലും അവർ മോമോസൊക്കെ കുഞ്ഞിക്ക് നല്ല ഇഷ്ടമായി. രാഹുവിനാണെങ്കിലും നൂഡിൽസും മോമോസൊക്കെ കഴിച്ചു. വലിയ കുഴപ്പമില്ലാതെ 2 പേരും ഫുഡ് അടിച്ചു. പിന്നെ ഞങ്ങൾ വേറൊരു സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ചിക്കൻ ഡൈനാമൈറ്റ്. അപ്പോൾ ഓർഡർ ചെയ്തതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നത് ഈ ചിക്കൻ ഡൈനാമൈറ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കിഡ്സിൻ്റെ പ്ലേ സോൺ. അപ്പോൾ രാവു അത് കണ്ടപ്പോൾ രാവു നേരെ അങ്ങോട്ടൊരോട്ടോട്ടം. അപ്പോൾ കുറേ നേരം അവരേനായിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അവരെല്ലാത്തിലും ഓടിക്കളിക്കലും ചാടിക്കളിക്കലും എല്ലാത്തിലും അവർ എല്ലാ റൈഡിലും കയറിയിരിക്കുന്നു. എല്ലാ റൈഡിലും കയറാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിക്ക് വാക്സിൻ അടിച്ച വേദനയൊക്കെ അവൾ മറന്നു. പിന്നെ വീട്ടിലെത്തുമ്പോൾ ഉറങ്ങിയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ പിന്നെ അവൾക്ക് കുറേ നേരം വേദനയൊക്കെ ആയിട്ട് കുറേ സീനാക്കി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. രാവണിക്കാണെങ്കിൽ അവിടെ കാണുന്ന കാറിൽ കയറി കളിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പോൾ 3 റൗണ്ട് പോവാൻ എത്രയോ 100 രൂപയാണെന്നൊക്കെ പറഞ്ഞു. സംഭവം വീട്ടിൽ അതേപോലെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിലതിനൊരു വിലയില്ല. അതിൻ്റെ ആണെങ്കിൽ ബാറ്ററിയും നാശമായിരിക്കുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് വേണം. അപ്പോൾ അവനെ അങ്ങനെ ഒരു 3 റൗണ്ട് അതിൽ കൊണ്ടുപോയി. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തു, വീട്ടിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയ ഒരു ഫുഡിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കാം. ഇതൊരു ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിലിലേക്ക് കുറച്ച് ഗാർലിക് ഇടുക. പിന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഓയിൽ ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു. പിന്നെ വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, സവോള, ക്യാരറ്റ് അങ്ങനെയുള്ള
വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് സോയ് സോസ്, ഇത് ഡാർക്ക് സോയ് സോസാണ്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട്, അതും ഇട്ട് കൊടുക്കുക, പിന്നെ 4 മുട്ട ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കനാണുള്ള വെച്ചെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ആക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഇവിടെ പിള്ളേർക്കും നല്ല ഇഷ്ടമാണ്, കണ്ണേട്ടനും ഒക്കെ നല്ല ഇഷ്ടമാണ് ഈ റൈസ്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുള്ളൂ, പിള്ളേർക്ക് ഭയങ്കര എരിവാണെങ്കിൽ കഴിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.